അത് ഇന്നലെ ആ ഗോവിന്ദൻ മാഷ് അബദ്ധം പറഞ്ഞതാണ്. അത് താങ്കൾ ഇവിടെ വന്നിട്ട് ആവർത്തിക്കുകയാണ്. അതായത് ഗുരുവായൂരിൽ ഒരു ആഭരണം നഷ്ടപ്പെട്ടു. ആഭരണം നഷ്ടപ്പെട്ടപ്പോൾ കാലാവധി പൂർത്തിയാക്കിയ മേൽശാന്തിയുടെ കയ്യിൽ നിന്ന്, അപ്പോൾ പുതിയ മേൽശാന്തി വന്ന് കണക്കെടുത്തപ്പോഴാണ് ഇത് കാണാതെ. അപ്പോൾ പിരിഞ്ഞുപോയ മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് ആ പണം ഈടാക്കി 50,000 രൂപ ഈടാക്കി. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക്, എൻ്റെ ഓർമ്മ മാതൃഭൂമിയാണെന്നാണ്, ഒരു ഫോൺ വന്നു. അത് മണിക്കിണറിൽ കിടക്കുന്നുണ്ട്, ചെളിയിൽ പൊതിഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ നമ്പൂതിരി കുറ്റക്കാരനല്ല, ഈ നമ്പൂതിരിയെ പ്രതിയാക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ഒരാൾ ചെയ്താണ് എന്ന് പറഞ്ഞ് ഫോണും വന്നു, വിവരങ്ങളും വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മണിക്കിണർ വറ്റിച്ചു. ഇത് തിരിച്ചു കിട്ടി. അത് ഗോവിന്ദൻ മാഷ് അറിഞ്ഞില്ല, ആ പ്രശ്നം. അത് എന്നിട്ട് ഒരു എത്രയോ വർഷക്കാലം കെ കരുണാകരൻ ഗുരുവായൂരിലെ തിരുവാഭരണം മോഷ്ടിച്ചതാണ് എന്നുവരെ പ്രചരണം നടത്തി CPM. കെ കരുണാകരൻ, ഈ കേരളം കണ്ട ഏറ്റവും വലിയ ഗുരുവായൂരപ്പ ഭക്തനായ ആ വലിയ മനുഷ്യൻ തിരുവാഭരണം അടിച്ചു മാറ്റിയെന്ന് കേരളം മുഴുവൻ പ്രചരണം നടത്തിയ വൃത്തികെട്ട പാർട്ടിയാണ് CPM. വൃത്തികെട്ട പാർട്ടി. ഇത് കെ കരുണാകരനെ കുറിച്ച്. ആ തിരുവാഭരണമാണ് മണിക്കിണറിലെ ചെളിയിൽ പൂണ്ട് കിടന്നിരുന്നത്. മണിക്കിണർ വറ്റിച്ചപ്പോൾ അത് തിരിച്ചു കിട്ടി. അത് ആ തന്ത്രിയെ മേൽശാന്തിയെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ്. ഇതല്ല, അത് മറ്റേ കള്ളന്മാരാണ്. ആ വൈക്കത്ത് ഏറ്റുമാനൂരത്തെ ഞാൻ പറയാം, അത് കള്ളന്മാരാണ് മോഷ്ടിച്ചത്. അതായത് പ്രൊഫഷണൽ കള്ളന്മാർ, സ്റ്റീഫനെ പോലുള്ള പ്രൊഫഷണൽ കള്ളന്മാർ. CPM ഇത്രയും പ്രൊഫഷണൽ കള്ളന്മാരുണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലായില്ല, മറുപടി മനസ്സിലായില്ല. ഇത്രയും വലിയ പ്രൊഫഷണൽ കള്ളന്മാർ. അതായത് ദ്വാരപാലക ശില്പം, സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം കോടതിയാണ് പറഞ്ഞത്. അത് പൂശാൻ എന്നുള്ള വ്യാജേന അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. എന്നിട്ട് വ്യാജമായി ചെമ്പിൽ ഈ ദ്വാരപാലക ശില്പം ഉണ്ടാക്കി. എന്നിട്ട് അത് പോയി വെറുതെ പൂശിക്കൊണ്ടുവന്നു. എവിടെ പോയി? മറ്റത് പൊതിഞ്ഞതായിരുന്നു, ചെന്നൈ കൊണ്ടുപോയി പൂശിക്കൊണ്ടുവന്നു. ഇറ്റ് വാസ് സോൾഡ് ടു എ വിൽഫുൾ പർച്ചേസർ എന്നാണ് കോടതി പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, അതുകൂടി ഇത്രയും ചോദിച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞുതരാം. കോടതി ഒരു കാര്യം പറഞ്ഞു, 2019 ഈ കൊള്ള നടന്നത് ഇപ്പോൾ ഉള്ളവർക്കൊക്കെ അറിയാമായിരുന്നു. എന്നിട്ടും വീണ്ടും സാധാരണ കള്ളന്മാരെന്താ ചെയ്യുന്നത്? ഒരു പ്രാവശ്യം മോഷ്ടിച്ച 3-4 കൊല്ലം ആരും അറിഞ്ഞില്ലെങ്കിൽ വീണ്ടും കക്കും. അത് തന്നെയാണ് ശബരിമലയിൽ നടന്നത്. വീണ്ടും 2024 ആയപ്പോൾ അപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊക്കെ കൂടി ഒന്നും കൂടി പൂശാൻ ആഗ്രഹം. ഇത് എന്തിനാന്ന് മനസ്സിലായില്ല. 5 കൊല്ലം മുമ്പ് കോടികളുണ്ടാക്കിയതാണ്. അപ്പോൾ തിരുവാഭരണം കമ്മീഷൻ ഒരു കത്ത് കൊടുത്തു, ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞു കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെ കൊടുത്തു വിടാൻ പാടില്ലെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതും കക്കാൻ നോക്കിയതാ. കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹം കൂടി അവന്മാർ അടിച്ചു മാറ്റിയേനെ. ഇത്രയും വലിയ മോഷ്ടാക്കൾക്ക് കൊട പിടിച്ചു കൊടുക്കാൻ ഒരു പാർട്ടി ഒരു നടപടി പോലും എടുക്കാതെ അത് നല്ല ഒരു ട്രോള് വന്നല്ലോ. അതായത് മുകേഷ് ജനപ്രതിനിധി അല്ല, അതുകൊണ്ട് നടപടിയില്ല. പത്മകുമാർ ജനപ്രതിനിധി അല്ല, പാർട്ടിക്കാരനാണ്, അതുകൊണ്ട് നടപടിയില്ല. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചാൽ മതി. വേറെ ആരെങ്കിലും ചോദിക്കും, കുറേ ചോദ്യമല്ലേ. ഇത് തന്നെ വന്നിരുന്നിട്ട് ഒരാൾ തന്നെ ചോദിച്ചപ്പോൾ ഉറപ്പായിട്ട് ഉറച്ചു നിന്നൊന്ന് ഞാൻ കോടതി പറഞ്ഞു. ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനം നഷ്ടമായെന്ന് പറഞ്ഞിട്ട് 2 കോടി രൂപയുടെ നഷ്ടം മാനത്തിനുണ്ടായെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് നോട്ടീസ് അയച്ചത്. 2 കോടി രൂപ ഞാൻ നഷ്ടപരിഹാരം കൊടുക്കണം. അപ്പം തന്നെ ഞാൻ മറുപടി അയച്ചു. അപ്പോൾ അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ 2 കോടിയുടെ മാനം 10 ലക്ഷമായിട്ട് കുറഞ്ഞു. ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ മാനത്തിനേ കൊടുത്തിട്ടുള്ളൂ. എടാ അതുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ മാനമുള്ളൂ. ഞാൻ പറയില്ല, എൻ്റെ ഈ തെളിവുണ്ട്. അദ്ദേഹവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് പ്രകീർത്തിച്ച് സംസാരിച്ചത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു പഴയ വക്കീലാണ്, കേസ് നടത്തിക്കോളാം, കോടതി പറഞ്ഞോളാം.